സമകാലിക കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പരാജയപ്പെട്ട നേതാവാര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലിന് സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ബി ജെ പിയിൽ ചേരുമ്പോൾ. ബി ജെ പി അവരെ ഗവർണറാക്കാം എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. അങ്ങനെ വ്യാമോഹം ഒരുപാടുണ്ടായി പത്മജയ്ക്ക്. ഇപ്പോൾ പത്മജ കറിവേപ്പിലയാണ്. പത്മജ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി പത്മജയെ തൃശ്ശൂരിൽ നിന്നും വെട്ടി. തൃശ്ശൂരിൽ പത്മജ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചത് സുരേഷ് ഗോപിയാണെന്നാണ് ഒടുവിൽ വരുന്ന വാർത്ത. പത്മജയ്ക്ക് ഇപ്പോൾ മത്സരിക്കാൻ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് പത്മജ ജയിക്കില്ല എന്നത് ഉറപ്പാണ്. പത്മജയ്ക്ക് ഒരു ചുഴിക്കുറ്റം കൂടിയുണ്ട്. പത്മജ ഏത് ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിന്നാലും തോൽക്കും. ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു യോഗം പത്മജയ്ക്ക് ഇല്ല. തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും പത്മജ നടത്തിയിരുന്നു. മത നേതാക്കളെ കണ്ടു, സാമുദായിക നേതാക്കളെ കണ്ടു. അങ്ങനെ തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പത്മജ. വിളിക്കാത്ത കല്യാണത്തിന് പോലും പോയി അവർ. വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോയി സദ്യ ഉണ്ട് സന്തോഷവതിയായി തൃശ്ശൂരുകാരുടെ മനസ്സിൽ അങ്ങനെ ഇടം പിടിക്കാനുള്ള ശ്രമങ്ങൾ PR ടീമിൻ്റെ ബലത്തിൽ നടത്തുകയായിരുന്നു അവർ. അപ്പോഴാണ് ഇടുത്തി പോലെ ഒരു പ്രഖ്യാപനം വന്നത്. അവരെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക്, VK പ്രശാന്തിൻ്റെ തട്ടകത്തിലേക്ക്. VK പ്രശാന്തിനോട് എതിരിടാൻ മടിച്ചാണ് മുരളീധരൻ ഗുരുവായൂരിലേക്ക് ഓടിപ്പോയത്. കാരണം വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ വ്യക്തിയായി VK പ്രശാന്ത് മാറിക്കഴിഞ്ഞു. ഇനി പ്രശാന്തിനെ തോൽപ്പിക്കുക എന്നുള്ളത് കടുകട്ടിയാണ്. ഈ സാഹചര്യത്തിലാണ് പത്മജയെ കൊണ്ട് അവിടെ കുരുതി കൊടുക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. പത്മജയ്ക്കാകട്ടെ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഒട്ടും താല്പര്യവുമില്ല. തൃശ്ശൂരിലെ മുരളി മന്ദിരത്തിൽ, അതായത് ഈ K കരുണാകരൻ തൻ്റെ മക്കൾക്കായി പണിത മന്ദിരമാണ് മുരളി മന്ദിരം. അവിടെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ചർച്ചകൾ നടക്കാറുണ്ട്. മുരളി മന്ദിരത്തിൽ വെച്ച് അതിപ്രധാനമായ ഒരു ചർച്ച നടന്നു 2 ദിവസം മുമ്പ്. BJPയുടെ നേതാക്കളെല്ലാം ഒത്തുകൂടിയ ആ ചർച്ചയിൽ പത്മജ തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ ഭേദം കോൺഗ്രസിൽ നിന്നാൽ മതിയായിരുന്നുവെന്ന് തുറന്നടിച്ചു പത്മജ. ഇതാണ് മുരളി മന്ദിരത്തിലെ രഹസ്യയോഗത്തിൽ സംഭവിച്ചത്. BJPയിലേക്ക് പോയതിൻ്റെ അപകടം പത്മജയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതിലും ഭേദം കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആക്കുമായിരുന്നു പത്മജയെ, അധികാരം കിട്ടുമെങ്കിൽ. പക്ഷേ കോൺഗ്രസിന് ഇനി അധികാരം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എന്താ പറയുക, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. എന്തായാലും മുരളി മന്ദിരത്തിൽ നടന്ന രഹസ്യ ചർച്ചയിൽ BJP നേതാക്കളോട് അനിഷ്ടം തുറന്നു കാട്ടി പത്മജ. തൃശ്ശൂരിൽ നിന്ന് പത്മജയെ വെട്ടിമാറ്റിയത് സുരേഷ് ഗോപിയാണെന്ന് പത്മജയ്ക്ക് അറിയാം. ഒരു കാലത്ത് എന്താ പറയുക, ശർക്കരയും ഈച്ചയും പോലെയായിരുന്നു ഇരുവരും. പത്മജയും സുരേഷ് ഗോപിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും ശത്രുക്കളായി മാറി. ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു. കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് സർക്കാർ, രോഗികളായ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് സർക്കാർ ജയിലിലടച്ചത് വലിയ തിരിച്ചടിയായി BJPക്ക് മാറി. ക്രൈസ്തവരെ സംരക്ഷിക്കും എന്ന BJPയുടെ വാക്കുകളൊക്കെ പൊള്ളയാണെന്ന് ഇതോടെ തിരിച്ചറിഞ്ഞു. എന്തായാലും 52 തടവുകാരോടൊപ്പമാണ് രോഗികളായ കന്യാസ്ത്രീകളെ കിടത്തിയത് ഛത്തീസ്ഗഡിലെ ജയിലിൽ. ഇതൊക്കെ കൊണ്ട് ആകെ മൊത്തം സുരേഷ് ഗോപി നാറിയിരിക്കുകയാണ്. അതേക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാൻ പോലും സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. സുരേഷ് ഗോപി ഇക്കാര്യത്തിലൊക്കെ വായില്ലാ കുന്നിലപ്പനായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പത്മജയ്ക്കിട്ട് പണി കൊടുക്കുന്നതിൽ ഒരു മയവും കാണിക്കാത്തത്. എന്തായാലും പത്മജ ക്ഷുഭിതയാണ്, അതൃപ്തിയാണ്. ഇതിലും ഭേദം കോൺഗ്രസ് ആയിരുന്നു. ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പത്മജ പറഞ്ഞതായാണ് വാർത്തകൾ പുറത്തു വരുന്നത്.